അപ്പൊ എല്ലാവർക്കും കേക്കാവോ? കത്തിപ്പോയോ? ബാക്കി ബാക്കി എല്ലാരും കത്തിയോ? മൂന്നാല് പേര് കത്തിയോ? എനിക്കൊന്നും കാണിക്കുന്നില്ലല്ലോ. എല്ലാരും ഇവിടെ തന്നെ ഉണ്ടല്ലോ. ഓരോ സെർവറുകള്. ഹലോ. അപ്പൊ അപ്പൊ ഗൈസ്, അപ്പൊ നമുക്കൊരു സന്തോഷ വാർത്ത പറയാനുള്ളതെന്ന് പറഞ്ഞാൽ എന്താ പറയാ, നമ്മുടെ കോഹ്ലിയുടെ സ്ഥാനത്തുണ്ടായിരുന്ന ചന്ദ്രബോസ് സിറ്റിക്ക് വെളിയിലേക്ക് എന്നേക്കുമായിട്ട് പോയായിരുന്നു. അതായത് എന്നേക്കുമായിട്ട് പോയായിരുന്നു. അപ്പൊ പുള്ളി അഡ്മിന്റെ കൂടെ ഒരു ഡേ ഒക്കെ സ്പെൻഡ് ചെയ്ത് ഡേ വിത്ത് അഡ്മിന് ശേഷം നമ്മുടെ ടിവിയിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നു. നമുക്കൊരു വളരെ ഊർജം തരുന്ന ഒരു കാര്യമാണ്. വെൽക്കമിങ് ബാക്ക് ചന്ദ്രബോസ്. ഇനിയെങ്കിലും തന്തലാഴി കാണിക്കാതെ ഇരിക്കുക എന്നുള്ള ഒരു കാര്യമാണ് പറയാനുള്ളത്. അതുപോലെ തന്നെ ഞാൻ പിന്നെ ഒരു കാര്യം പറയാമെന്ന് പറഞ്ഞാൽ, ഞാന് കുറച്ച് നാളായിട്ട് ഇപ്പൊ ആക്ടിവിറ്റി നമ്മൾ 35 ഔട്ട് ഓഫ് 35 പൊക്കോണ്ടിരുന്നിട്ട് പോലും സ്ലോട്ടില് വരാൻ വേണ്ടിയിട്ട്, അതായത് 25 വാറിനും ആൾക്കാർ നമുക്കിപ്പോൾ ഭയങ്കര കുറവുണ്ട്. അപ്പോൾ ഒരു കോമ്പറ്റീഷൻ കൊണ്ടുവന്നാലേ ഇത് ഇതാക്കാൻ പറ്റത്തുള്ളൂ എന്നുള്ളത് കൊണ്ട് ഞാനൊരു 4-5 പേരെ കൂടെ ടി വിയിൽ കൊണ്ടുവരാനുള്ള പ്ലാനിലാണ്. അതായത് എന്താ പറയാ, അപ്പോൾ ഈ 5 പേരെ കൊണ്ടുവരാമെന്ന് പറഞ്ഞാൽ ആരെ ഇനാക്റ്റീവ് ആണോ അവരെ ഞാൻ വീക്ക്ലി മാറ്റി ഇടും. വീക്ക്ലി ഞാൻ മാറ്റി ഇടും. ആരാണ് ഇനാക്റ്റീവ് ആവുന്നതെന്ന് വെച്ചാൽ പ്രീ വാർസിന് ഇവിടെ ആള് വരണം. പ്രീ വാറിന് ഇവിടെ ആള് വന്നേ പറ്റത്തുള്ളൂ. സോ അതുകൊണ്ട് ഞാൻ മാറ്റി ഒരു കാര്യം ഞാൻ ഇതിന്റെ ഇടയ്ക്ക് പറയട്ടെ. പറ. നമ്മുടെ വിഷമമുള്ള ഒരു കാര്യമാണ്. നമ്മുടെ നമ്മുടെ വില്ലന്ദാസില്ലേ, പുള്ളി ഇത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഒരു ചിക്കൻ കുനിയായിട്ട് വയ്യാതെ അതൊക്കെ വരുന്നു. ആരും അറിഞ്ഞില്ല, ആള് പോയി. നിനക്കിങ്ങനെ ഓരോരുത്തരെ തല്ലിക്കൊല്ലുമ്പോ എന്ത് സുഖമാണ് കിട്ടണം. പിത്തൽ ചെയ്യ നീ കൊന്ന് അവിടെ കല്ലറ കെട്ടി നീ. എടാ, ഒരു 5 ദിവസത്തോടെ ജോക്കി വന്നില്ലായിരുന്നേ ആ ജോക്കി ആയിരുന്നു ആ കല്ലറയില്. എനിക്കത് ഉറപ്പായിരുന്നു. ഇത് തമാശ അല്ലേ, ഒരു കാര്യമാണ്. അതേടാ. സോ അപ്പൊ ഇനി അപ്പൊ കറന്റ് നമ്മള് ഈ 5 ഇതൊന്ന് പറഞ്ഞെങ്കിലും നമ്മൾ 5 പേരൊന്നും ഇപ്പൊ എടുക്കുന്നില്ല. നമ്മൾ പയ്യെ നമ്മൾ ഓരോരുത്തരെയൊക്കെ കൊണ്ടുവരുന്നുള്ളൂ. സോ ഒരാളെ നമ്മൾ ടി വിയിലോട്ട് കൊണ്ടുവരുവാണ്. മന്ദര റെഡി അല്ലേ? മന്ദര റെഡി അല്ലേ? So guys, we are welcoming back Ryan to TVA as TVA Ryan itself. Welcome back Ryan. And many happy returns of the day Ryan. And many happy returns of the day. Happy birthday Ryan. Let's go. എന്റെ ബർത്ത്ഡേ എന്താ? രായന്റെ ബർത്ത്ഡേ ഇത്. ആളവിടെ വെളിയിലാണെന്ന് വിചാരിച്ചിരിക്കുക. ഓജി ഓഡിയൻസിനൊക്കെ സന്തോഷമായിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ചന്ദ്രു அதுவும் ஜோக்கி முன்னாடி வந்தா ரிட்டர்ன் ഹലോ കേക്കാവോ? തിരിച്ച് നിന്നെ ഗ്യാങ് ഡ്രസ്സിലൊന്ന് കാണാൻ പറ്റിയല്ലോ. വാ, വേറെ വെൽക്കം ഒന്നുമില്ല, കേറി വാ. ഇല്ല ഞാൻ നിന്റെ അടുത്ത് നിന്നെ വിളിച്ചതാ.
അന്നൊന്ന് മുകളിലോട്ട് നോക്ക്. അളിയാ അന്ന് എല്ലാരും ഉണ്ടല്ലോ. Yes, 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 Raya. ഓ വളരെ എല്ലാരും ഉണ്ടല്ലോ. Welcome, Raya. വെൽക്കം ബാക്ക് രായ, വെൽക്കം ബാക്ക്, വെൽക്കം ബാക്ക്. ഒന്നും കൂടി ഇട്, ഒന്നും കൂടി ഇട്. അളിയാ ജോക്കി ഇവിടെ വായുവിനെ കെട്ടിപ്പിടിക്കടാ. അല്ല എനിക്കാരും ഇട്ടാന്നേ ഇവിടെ കിട്ടടാ ഇട്ടോ. ആണോ? എടാ ഞാൻ ഇട്ട്. അളിയാ ഞാന് വോയിസ് ബാക്ക്. പിന്നെ അല്ല, വരുന്നില്ലളിയാ. ഐ എം ക്രൈം ഫോർ റിയൽ എന്നോ. വാട്ട് ദ ഫക്ക്. ലെറ്റ്സ് ഗോ, ലെറ്റ്സ് ഗോ, ലെറ്റ്സ് ഗോ. ഇപ്പൊ ഡയലോഗ് ഒരു ഡാഡി. ഓ വെൽക്കം ബാക്ക് അളിയാ. മിസ് യു അളിയാ. അളിയാ, മിസ് യു അളിയാ. എടാ എല്ലാവർക്കും ആയി. ഹലോ ഹലോ. സംസാരിച്ചോ രായ, സംസാരിച്ചോ. ഒട്ടും ഞാൻ പ്രതീക്ഷിച്ചില്ല. പെട്ടെന്ന് തന്നെ ഇങ്ങനെ പറ. എന്തിനു കോച്ച് 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 പറയണം. കോച്ച് കോച്ച് ഫോണൊന്ന് കോച്ച് പിന്നെ സംസാരിക്കും. കോച്ച് 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 എന്താ കാണിച്ചേ ഇപ്പൊ? എന്താ കാണിക്കില്ല. എടാ സംസാരിക്കട്ടാ എടാ രായൻ സംസാരിക്കട്ടെ. നീ സത്യം എങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് ഇത് എങ്ങനെ മിക്സ് ചെയ്ത് പറയണോ, ആർപി രീതി പറയണത് എനിക്ക് അറിഞ്ഞൂടാ. മൊത്തത്തില് ഞാൻ എല്ലാം സ്റ്റോപ്പ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ആയിട്ട് നിന്നതാണ്. അപ്പൊ ഞാൻ അണ്ണന്റെ അടുത്ത് ഞാൻ പറഞ്ഞു. അപ്പൊ അണ്ണനെ വിളിച്ചു. എനിക്ക് അങ്ങനെ വിളിക്കും പറയണത് അറിഞ്ഞൂടാ അണ്ണാ. വസണ പറയടാ, നീ സംസാരിക്കേ. എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. കാരണം ഞാന് ഈ ഗ്യാങ് എനിക്ക് അത്ര ഇമ്പോർട്ടന്റ് ആണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അത് എനിക്ക് വാക്ക് തന്നെ കിട്ടില്ല. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്നെ തിരിച്ച് അണ്ണൻ വിളിക്കുമെന്ന്. കാരണം ഞാൻ അണ്ണനത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അണ്ണ മൊത്തത്തിൽ നിർത്തുവാണ്. ഇനി ഗെയിമിങ്ങും കാര്യങ്ങളൊന്നും ഇല്ല, റിയൽ ലൈഫ് ഫോക്കസ് ചെയ്ത് പോകുന്നെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അണ്ണടുത്ത് പറഞ്ഞത്. അപ്പൊ ഞാൻ ജസ്റ്റ് എന്റെ കാര്യം പറയാ എന്നുള്ള രീതിയിൽ പറഞ്ഞു. പക്ഷെ അണ്ണൻ തിരിച്ച് എന്നെ വിളിക്കുമെന്ന് ഒരിക്കലും ഞാൻ വിചാരിച്ചില്ല. എനിക്ക് എന്തോ ആ സമയം തൊട്ട് എനിക്ക് തിരിച്ചിവിടെ വരെ എല്ലാരും കാണണം, എല്ലാരും ഇങ്ങനെ ഈ ഡ്രസ് ഇട്ട് ഇവിടെ നിൽക്കാൻ പറ്റുന്ന തന്നെ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. അറിഞ്ഞൂടാ, അല്ലെ ഫോർമൽ ആവണല്ല. എനിക്ക് സത്യം പറഞ്ഞ ഇതില്ല, വാക്കുകളില്ല. അതുകൊണ്ടാ മനസ്സിലായ ആ ഒരു അത്ര സന്തോഷം. അത് മാത്രമല്ല, എനിക്ക് എന്റെ ബർത്ത്ഡേക്ക് കിട്ടേണ്ട ഏറ്റവും ഒരു വലിയൊരു സംഭവം തന്നെയാണ് ഇത്. മനസ്സിലായി. എനിക്കത് ഒരിക്കലും മറക്കൂല. ചന്ദ്ര എല്ലായിടത്തും Happy birthday, Ra. ഹാപ്പി ബർത്ത്ഡേ രായ. രായനോട് നിൽക്ക ഒരു സെക്കൻഡ്. അപ്പൊ നമ്മള് അതുകൊണ്ട് നിർത്തുന്നില്ല. വി ആർ വെൽക്കമിങ് ബാക്ക് ഇറ്റാച്ചി ടു TVA as TVA ഇറ്റാച്ചി itself. വെൽക്കം ബാക്ക് ഇറ്റാച്ചി. കേറി വാടാ. വെളിയില 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 വെളിയില. ഇറ്റാച്ചി, നിനക്ക് കുറച്ച് നരയൊക്കെ ആയല്ലോ. പ്രായമായിട്ടാ വാ വാ വാ, കേറി വാ കേറി വാ കേറി വാ. TG ഡിസ്മാരിലായിരുന്നോ? ഹലോ ഞാൻ എല്ലാത്തിന്റെയും എക്സ്പ്ലനേഷൻ ഉറപ്പായിട്ടും പറയാം. പറയുന്നതായിരിക്കും. അതാരടാ താത്ത? ഇറ്റാച്ചി, നീ ഹലോ. ഇതാ. കുറച്ച് പ്രായമായി, കുറച്ച് നാള് ഉണ്ടായിരുന്നില്ല. ഞാൻ കുറച്ച് പഠിത്തത്തിലായിരുന്നു. പോയി നാളെ ഷേവ്ലാ பண்ணிட்டு வா. ஓகேவா? ഓക്കെ ഓക്കെ വെൽക്കം വെൽക്കം. താങ്ക് യു ഗൈസ്. എടാ, അപ്പൊ നീ ഇവിടെ ഉണ്ടായിരുന്നപ്പോ നിനക്ക് കാണാൻ പറ്റാത്തൊരു മുതലാണ് അതായിരിക്കണത് ജോക്കി. നീ കണ്ടിട്ടില്ലല്ലോ ഇവിടെ സിറ്റിയില്? ഇല്ല, ഞാൻ 1-2 പ്രാവശ്യം കണ്ടിട്ടൊക്കെ ഉണ്ട്. ആണല്ലേ? അല്ലല്ല, ആ ടൈമില് എക്സ്പ്ലനേഷൻ വേണ്ട. ഹാപ്പിയാണ്. അല്ല ബ്രോ, എനിക്ക് എന്റേതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയണം. പറയാൻ സന്തോഷം. ഈ ഒരു തിരിച്ചുവരവിനെ എങ്ങനെ നോക്കി കാണും? എങ്ങനെ നോക്കി കാണുന്നു? ഈ ഒരു തിരിച്ചുവരവിന് എന്ന് വെച്ച് കഴിഞ്ഞാല് ഇതൊരു വലിയൊരു തിരിച്ചുവരവാണ്. അതെ, കംബാക്ക് ഇസ് പേഴ്സണൽ. പിന്നെ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒന്നുമില്ല, സന്തോഷമുണ്ട്.
എന്ന് വെച്ചാൽ എല്ലാരോടും താങ്ക് യു. വേറെന്താ പറയട്ടെ, അത്ര തന്നെ ഉള്ളു. This lineup is really illegal. തിരിച്ചു പോക്കില്ല. അത് അതെ, ഇനിയൊരു തിരിച്ചു പോക്കുണ്ടാവില്ല കേട്ടോ. ആ, ഒക്കെ അത്രേ ഇനി ഉള്ളൂ. ഇത് തിരിച്ച് മുട്ടാനല്ലേ പഠിക്കുമല്ലോ. സോറി Guys, അപ്പൊ രായ രാജി രണ്ടുപേർക്കും വെൽക്കം ടു ടി വി. ഇപ്പൊ രണ്ടാമത്തെ തൊട്ടാണ് നിങ്ങൾ കേൾക്കുന്നത് അറിയാം. എന്നാലും ഞാൻ പക്ഷേ രായന്റെ അടുത്താണ് OG മെമ്പർ. ഞങ്ങള് ഇവിടുത്തെ ഓരോ ഇവന്റ്സിനും എല്ലാം നമ്മള് നിന്നെ ഒരുപാട് മിസ് ചെയ്തിട്ടുണ്ട്. പിന്നെ നീ പോയപ്പോ അമ്പത്തൂര് ആയിരുന്നു, അതിന് കുറവുകളൊന്നും വരുത്താതെ അമ്പത്തൂരാണ് അതൊക്കെ ഏറ്റെടുത്ത് ചെയ്തോണ്ടിരുന്നത്. അപ്പൊ അമ്പത്തൂർ നമ്മൾ വിട്ടുപോയി. നമ്മൾ വിട്ടുപോയി, മരിച്ചുപോയി. കഴിഞ്ഞ ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് വീണ് മരിച്ചു. നമ്മളെ ഇവന്റിന് വേണ്ടിട്ട് പുതിയൊരു വണ്ടി ഇറക്കുന്നുണ്ട്. നമ്മള് അതിന്റെ ഇവന്റിന് ഇട്ടിട്ട് വാസവന്റെ പുതിയ വണ്ടി. വാസണ്ണ പറയടാ. അമ്പത്തൂരിന്റെ സ്ലോട്ട് ഒന്ന് ഫില്ല് ചെയ്യണേ. അത് ഞാൻ ഓൾറെഡി ഫില്ല് ചെയ്തിട്ടുണ്ട്. ഞാനത് സെറ്റാക്കാം. എന്റെ മോൻ ഫ്രീ ആണ്. അപ്പൊ രായ എന്തെങ്കിലും പറയണ്ടോ ഇനി? എവിടെ നീ ശബ്ദം കേട്ടാലോ? ഇല്ല ഞാൻ മുകളിൽ മൊത്തം പായലാണ്. ഞാൻ ഒന്ന് ക്ലീൻ ആക്കാൻ പറഞ്ഞായിരുന്നു, തുറച്ചിലായിരുന്നു പറഞ്ഞായിരുന്നു. എന്റെ പുറകിലോ? മുകളിലാണ്, റൂഫിലാണ്. എല്ലാം ക്ലീൻ ആക്കിയാടാ. എന്റെ മോനായിട്ട് പറയല്ല, തങ്കപ്പെട്ട പേന്. ഓക്കെ. അപ്പൊ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തന്നെ, നമ്മള് അണ്ണൻ ചോദിച്ചു, എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ എല്ലായിടത്തും അവിടെ പറഞ്ഞിട്ട് തന്നെയാണ് വരുന്നത്. അവർക്ക് എല്ലാവർക്കും അങ്ങനെ ഇഷ്യൂസ് ഒന്നുമില്ല. തിരിച്ച് ഞാൻ വീട്ടിലോട്ടല്ല വരുന്നത്. അപ്പൊ അവർക്ക് അങ്ങനത്തെ രീതിയിലൊരു ഇഷ്യൂസും ഇല്ല. എനിക്ക് പറയാം, അതും കൂടി പറയണം. ഈ ഒരു ഇതില് എല്ലായിടത്തും പറഞ്ഞിട്ടാണ് വന്നത് തന്നെ. അങ്ങനത്തെ ഒരു ഇഷ്യൂസ് ഇല്ല. അത് ഇവിടെ ഉള്ളിടത്തല്ല, ഓഡിയൻസും എല്ലായിടത്തും കൂടി പറയാൻ ഒരു രീതിയിലാണ് പറഞ്ഞത്, എന്റെ രീതിയിൽ. അത്രേ ഉള്ളൂ. സന്തോഷം. തന്നെ പിന്നെ ഇവിടെ ഉള്ളവർ കുറെ ഒരു പുതിയവരാണ്. ബട്ട് എനിക്ക് കുറച്ചുപേരൊക്കെ അറിയാം. പിന്നെ നമുക്ക് എല്ലാവരെയായിട്ട് സംസാരിക്കാം, എല്ലാവരായിട്ട് സംസാരിച്ച് കമ്പനി ആവണം കേട്ടോ. എല്ലാവരും ബാക്കി എനിക്കറിയാം. ഈ ഒരു സാധനം ഓഫ്ലൈനിൽ പറയാതെ ഞാനിത് ഇതായിട്ട് തന്നെ പറയുവാണ് കേട്ടാ. എനിക്കറിയാം നിങ്ങൾക്ക് ഇതിനകത്ത് പല ആൾക്കാർക്കും ലൈക്ക് ഇവരെ വലുതായിട്ട് പരിചയം എന്നല്ല, പുതിയതായിട്ട് വന്ന ആൾക്കാർക്ക് വലുതായിട്ട് അവരുടെ പഴയ കാര്യങ്ങളും ഇതൊന്നും അറിയത്തില്ല. നിങ്ങൾക്ക് പരിചയപ്പെടാനും ഇതിനൊക്കെയുള്ള സമയമുണ്ട്. അങ്ങോട്ടോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, എന്തെങ്കിലും കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ ഇടയ്ക്കൊക്കെ എന്തെങ്കിലും വെച്ച് പ്രശ്നങ്ങളൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അത് സംസാരിക്കുക, ഇതാക്കുക. അതിൻ്റെ അപ്പുറത്ത് നമുക്ക് വേറെ റിവലറീസ് ഒന്നും ഇല്ല. നമുക്കത് അങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകാം. ഒരു ഒറ്റ ഫാമിലി ആയിട്ട് നമുക്ക് മുമ്പോട്ട് ഒരുപാട് പോകാനുള്ളതാണ് ഇനിയും. അപ്പോൾ അങ്ങനെ പോട്ടെ, എല്ലാം നന്നായിട്ട് നടക്കട്ടെ. അപ്പോൾ രണ്ടുപേർക്കും വെൽക്കം ടു ടി വി ഗൈസ്. ഇല്ല, നിങ്ങളായിട്ട് കൂടുതൽ ഫോർമാലിറ്റി ഒന്നും ഞാൻ വെക്കുന്നില്ല. ഫോർമാലിറ്റി അല്ല. അപ്പൊ അല്ലെങ്കിൽ ജുഗുറോ എടാ പോയിട്ടോ പറ